ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയോട് വിക്രം കാര്യങ്ങളൊക്കെ പറയുവാണ്. അവർ വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടാണെന്നും ഞാൻ ചത്തുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കല്യാണം നടക്കില്ലല്ലോ, അതിനുവേണ്ടിയാണ് അവരങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയതെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണുന്നതിന് മുൻപ് അവർ സ്ഥലം വിട്ടു പോയി, അല്ലെങ്കിൽ തന്നെ ഞാൻ ചത്തെന്ന് കരുതി കാണും. അവിടെ നിന്നാണ് ഞാൻ പുനർജനിച്ച് എഴുന്നേറ്റ് വന്നത്. നിന്റെ അച്ഛൻ കഴിക്കണം എന്ന് വിചാരിച്ചത് നമ്മുടെ കല്യാണ സദ്യയല്ല, എൻ്റെ 16 അടിയന്തരമാണെന്ന കാര്യം വിക്രം പറഞ്ഞു. അതിന് കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് സഖി കേട്ടപ്പോൾ അയാൾ വീണു പോയതാണെന്ന് പറയുമ്പോൾ, വിക്രം ശ്രീയേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്ന് വേദ പറയുമ്പോൾ, നീ പ്രതീക്ഷിക്കുന്നത് പോലെയാണോ അവരൊക്കെ പ്രവർത്തിക്കുന്നത്? ആണോ? അവർ പ്രതീക്ഷിച്ചതുപോലെ നീ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അവരോട് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിനുള്ള ശിക്ഷ അവർ എനിക്കിട്ട് തരാൻ നോക്കിയത്. നീ നോക്ക്, നിന്റെ ചേട്ടനെയും അച്ഛനെയും ഒക്കെ ഭരിക്കുന്നത് ദേഷ്യമല്ല, ദുരഭിമാനം കൊണ്ടുള്ള പകയാണെന്ന കാര്യം വിക്രം വേദയോട് പറഞ്ഞു. എന്നെപ്പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും ചോദ്യം ചെയ്യപ്പെടുന്നത് അവരുടെ അന്തസ്സിനെ തന്നെയാണെന്നും അതാണ് അവരുടെ വിചാരമെന്നും വേദയോട് വിക്രം പറയുന്നു. അതുകൊണ്ട് അവരിത് വിട്ടുകളയാനും പോകുന്നില്ല. ഇനിയും അവരെന്നെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് അവരുടെ തെറ്റല്ല, നീ ചെയ്ത തെറ്റുകൊണ്ടാണെന്നും വിക്രം പറയുമ്പോൾ വേദ ഇങ്ങനെ നോക്കുക. സമാധാനത്തോടെ ജോലിയും ബിസിനസ്സും പാർട്ടിയും ഒക്കെ ആയിട്ട് നടന്ന ആ മനുഷ്യരെ കൊലപാതക ശ്രമത്തിലേക്ക് നയിച്ചത് നിന്റെ പ്രവൃത്തിയാണെന്നും വിക്രം പറയാം. അതുകൊണ്ട് തെറ്റുകാരി നീ മാത്രമാണെന്ന് ഞാൻ പറയത്തുള്ളെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് വേദ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അത്രയും പറഞ്ഞ് നമ്മുടെ വിക്രം ഒരു തവണ ഞാൻ വാണിങ്ങി കൊടുത്തു. പക്ഷേ അയാൾ ഇനിയും ആ ഒരു ശ്രമം അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. കൊല്ലാൻ അവർ ശ്രമിക്കുമെന്നും മരിക്കാതിരിക്കാനും തിരിച്ചടിക്കാനും ഞാനും ശ്രമിക്കുമെന്നും വേദ വിക്രത്തിനോട് പറയാം. അവസാനം രണ്ടിലൊരാളെ അവസാനിക്കുന്നത് ആരാണെന്ന് അറിയില്ല എന്നും പറഞ്ഞു. അങ്ങനെയൊന്നും സംഭവിക്കില്ല വിക്രം, അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് വേദ പറയുമ്പോൾ, അത് നടക്കാതിരിക്കണമെങ്കിൽ നീ തിരിച്ചു ചെല്ലണം, അതല്ലാതെ ഇതിനകത്ത് മറ്റൊരു വഴിയില്ല എന്ന് വിക്രം വേദയോട് പറയുമ്പോൾ, വേറെ വഴി ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നോക്കിക്കോളാമെന്ന് വേദ പറയാം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് എൻ്റെ വീട്ടുകാരോട് പറയാമായിരുന്നു, അതോടെ നിന്നോടിപ്പോൾ ഈ കാണിക്കുന്ന ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അവസാനിച്ചു പോയേനെ എന്ന് പറയുമ്പോൾ, വിക്രം എല്ലാം അവരോട് പറഞ്ഞോളൂ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ തിരിച്ചു ചെന്ന് ഞാൻ ഏട്ടനെ ജയിപ്പിക്കുമെന്ന് വിക്രം ഒരു രീതിയിലും വിചാരിക്കേണ്ട, വിശ്വസിക്കുകയും വേണ്ട. ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് വേദ പറയാം. അമ്മ ഇപ്പം എന്നോട് കാണിക്കുന്ന ഈ ഒരു സ്നേഹം ഇല്ലാതാവും എന്ന് മാത്രമല്ലേ ഉള്ളൂ, ഞാൻ സഹിച്ചോളാമെന്ന് വേദ പറയുമ്പോൾ, അമ്മ നിന്നെ സ്നേഹിക്കാതിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടല്ല, ആ പാവം നീ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാനിതൊന്നും പറയാത്തത്. നീ വരുന്നതിന് മുൻപുള്ളതുപോലെയൊന്നും അല്ല ഇപ്പം അമ്മയുള്ളത്. ആ സന്തോഷം ഞാനായിട്ടില്ലാണ്ടാക്കാൻ എനിക്കിഷ്ടമല്ല, ഞാനത് ചെയ്യില്ല. പകരം നമ്മൾ തമ്മിലുള്ള ഈ ഒരു ജീവിതം ശാശ്വതമാണെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് നീ ആലോചിച്ച് ഒരു വഴി കണ്ടെത്താനും വിക്രം വേദയോട് പറഞ്ഞിട്ട് കയറി കിടന്നുറങ്ങുക. വേദയാണെങ്കിൽ അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ദീപ്തിയുടെ ഫോണിലേക്ക് വേദ വിളിച്ചു. അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ, കുഴപ്പമൊന്നുമില്ല ചേച്ചി, മരുന്ന് കഴിച്ച് നേരത്തെ കിടന്നു എന്ന് പറഞ്ഞു. ശ്രീയേട്ടൻ അവിടെ ഉണ്ടോ? അപ്പോൾ ഇല്ലല്ലോ, വർഷേച്ചി ചെല്ലാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫോണിൽ കിട്ടുന്നില്ലല്ലോ, അതെന്താണെന്ന് അറിയില്ലല്ലോ ചേച്ചി. എപ്പോഴാണ് വരിക എന്ന് വല്ല അറിയോ? രാവിലെ വരത്തോളെന്നാ പറഞ്ഞ്. വരുമ്പോൾ ഞാൻ വിളിച്ചു എന്ന് നീ ഒന്ന് പറഞ്ഞേക്കണം. ഒന്ന് ശ്രീയേട്ടനെ എനിക്ക് അത്യാവശ്യമായിട്ട് കാണണം, പറ്റുമെങ്കിൽ നാളെ തന്നെ കാണണമെന്ന് പറ. ഉച്ചയ്ക്ക് മുൻപ് ചിദംബരനാഥ ക്ഷേത്രത്തിൻ്റെ അരികിൽ വരാൻ പറയണം, സമയം നീ എനിക്ക് മെസ്സേജ് ഇട്ടേക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ വേദ വിവരങ്ങളെല്ലാം ദീപ്തിയോട് പറഞ്ഞു. അതിനുശേഷം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുക. ചേച്ചി എന്നോട് ക്ഷമിക്കണം, അച്ഛൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അവിടെ വെച്ച് അങ്ങനെ പെരുമാറിയത് അതുകൊണ്ടാണ്. ചേച്ചിക്ക് എന്നോടൊന്നും തോന്നരുത് കേട്ടോ എന്ന് പറയുമ്പോൾ, ഇല്ല മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ ഫോണിങ്ങ് കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന വിശ്വനെ ഇരുന്ന് കണക്കെഴുത്താം. അങ്ങനെ അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, ഇവിടെ എടുത്തു, അവിടെ എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കണക്കെഴുത്തപ്പോൾ ഒന്നും ശരിയാകുന്നില്ലല്ലോ, എങ്ങനെ ടാലി ആക്കാം എന്നൊക്കെ പറഞ്ഞിരുന്ന് കണക്കെഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീജ അങ്ങോട്ടേക്ക് വരുന്നേ. എന്താ വിശ്വട്ടെ ചെയ്യുന്നേ? കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കിട്ടിയ പൈസ കൂട്ടി വെക്കുമായിരുന്നു. വിശ്വേട്ടൻ ലോട്ടറി വിൽക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഞാൻ ചോദിച്ചില്ല എന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു ശ്രീജ. അപ്പം അതിലിത്ര ചോദിക്കാൻ എന്താ ഇരിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയിലേ അത്. എന്നാലും എത്ര നല്ല ജോലികൾ കിട്ടിയിട്ടും അതിനൊന്നും പോകാതെ ഇപ്പോൾ ഈ നല്ല ജോലി മോശം ജോലി എന്നുള്ളതിൽ എന്ത് കാര്യമാണ് ശ്രീജയുള്ളത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി, ചെയ്യാൻ പറ്റാത്ത ജോലി, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നാം അതിനെ കാണേണ്ടതെന്നൊക്കെ വിശ്വൻ ഇങ്ങനെ ശ്രീജയോട് പറയാം. ലോട്ടറി ആകുമ്പോൾ ഒരു തട്ടുകടയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ചുമ്മാ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നാൽ മതി. ആൾക്കാർ വരുന്നു, വാങ്ങുന്നു, കാശ് തരുന്നു, പോകുന്നു, ഒരു പണിയില്ല.
നമുക്ക് കമ്മീഷനും കിട്ടും. രാവിലെ വെയിൽ മൂക്കുന്നതിന് മുൻപും അതുപോലെ വൈകുന്നേരം വെയിൽ ആറിയിട്ട് മാത്രം ചെയ്താൽ മതി. നാട്ടിലെ ആൾക്കാരെയൊക്കെ കണ്ട് കുശലമൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമ്പോഴേക്കും ടിക്കറ്റ് വിറ്റ് തീരുകയും ചെയ്യുമെന്നും പറഞ്ഞു. അതെ, ഒരിച്ചിരി കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കുറച്ച് നമുക്ക് വീട്ടിലേക്ക് പോരുകയും ചെയ്യാം. അതൊരു രസമുള്ള പണി തന്നെയല്ലേ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, അത് ശരിയാ, എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല, അത് ആസ്വദിച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതാണ് ശ്രീജയെ. അപ്പോൾ ഇനി വേറൊരു ജോലി കിട്ടിയാലും വിശ്വട്ടം പോകില്ലെന്നാണോ പറയുന്നത്? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആലോചിച്ചിട്ടേ ഇനി വേറെ ജോലിയൊന്നും കിട്ടാനുള്ള സാധ്യതകളും കാര്യങ്ങളൊന്നും ഇല്ലെന്നേ. ഒന്നാമത് അതിനൊക്കെയുള്ള പ്രായം കഴിഞ്ഞു. ഇനി കിട്ടിയാൽ തന്നെ മേലനങ്ങിയുള്ള പണി വല്ലതും ആയിരിക്കും. അതിനുള്ള ആരോഗ്യം എനിക്കില്ല. എന്ത് ചെയ്യാനാ? പിന്നെ ഈ ലോട്ടറി പണി തിരഞ്ഞെടുത്തതിൽ നിന്നോട് പറയാത്ത വേറൊരു കാര്യം കൂടി ഉണ്ട്. അതെന്ത് കാര്യം? അത് പിന്നെ അച്ചമ്മ പറഞ്ഞത് നീയും കേട്ടതല്ലേ. രാവിലെയും വൈകിട്ടും ഞാനിവിടെ ഇരുന്ന തള്ള ചിലപ്പോൾ എന്നെ പറമ്പിലേക്ക് വിടും. അവിടെ പോയി കിളയ്ക്കാനും കുത്താനും എന്നെ കൊണ്ട് പറ്റില്ല ശ്രീജയ. അതാ മെയിൻ കാര്യം. ഇതാകുമ്പോൾ ആ പണിയിൽ നിന്ന് എനിക്ക് ഊരി പോരുകയും ചെയ്യാം, ഒരു ജോലി ചെയ്തു എന്നുള്ള പേരുമായില്ലേ. നിങ്ങൾ ഞാൻ സമ്മതിച്ച് വിശ്വട്ടാ, ഇത് എന്തൊരു ബുദ്ധിയാന്ന് ചോദിച്ചു. അപ്പം അച്ചമ്മ തിരിച്ചു പോയാൽ നിങ്ങളിത് അവസാനിപ്പിക്കുമെന്ന് ചോദിച്ചപ്പം അപ്പോൾ എന്നും പറഞ്ഞ് ഇങ്ങനെ വിഷയം ചിരിച്ചപ്പോൾ എന്താ മറുപടി പറയാതെ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അത് നമുക്ക് ആലോചിക്കാം, പിന്നെയുള്ള കാര്യമല്ലേ. മോളുടെ ട്യൂഷൻ തുടങ്ങാറായില്ലേ? അത് ഞാൻ പറയാനിരിക്കായിരുന്നു. അവൾ തിരിച്ചുകൊണ്ട് നാക്കണേ ചോദിച്ചപ്പം അതെ, കൊണ്ടാക്കണം. പോകുമ്പോൾ അവൾക്ക് യൂണിഫോമും പുസ്തകവും ഒക്കെ വാങ്ങിക്കാനുള്ള കാശാണ് ഞാൻ ഇതിൽ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് വിശ്വം പറയാം. അവളെവിടെയാ? അത് അവൾ അമ്മയ്ക്കൊപ്പം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അവളെ തിരിച്ചുകൊണ്ടാക്കാൻ നമുക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പം നമുക്ക് ഒരുമിച്ച് പോകാം, അത് പോരെന്ന് ചോദിച്ചു. പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അവർ സന്തോഷത്തോടെ ഇരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ആയി. നമ്മുടെ വിക്രം നല്ല ഉറക്കം. വേദ റൂമിലേക്ക് വന്നപ്പോഴും വിക്രം എഴുന്നേറ്റിട്ടില്ല. വേദ വന്ന് ഇങ്ങനെ വിക്രത്തിന് ഹലോ 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 വിക്രം എഴുന്നേക്കെന്ന് പറഞ്ഞ് കുറേ വിളിച്ചു. വിക്രം എഴുന്നേക്കുന്നില്ല. വേദ എന്നിട്ട് അവിടുന്ന് പോയിട്ടുണ്ടല്ലോ. എന്നാ പണി ചെയ്തെന്നറിയോ? ഒരു നൂലേൽ ഉപ്പുകല്ല് കെട്ടി തൂക്കിക്കൊണ്ടുവന്നു. എന്നിട്ട് അത് വിക്രത്തിൻ്റെ ചുണ്ടയിൽ ഇങ്ങനെ കൊണ്ടുവച്ചു. വിക്രമാണെങ്കിൽ അതിങ്ങനെ നക്കി എഴുന്നേറ്റ് പോവുക. അങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ഇങ്ങനെ പോയി അങ്ങ് കിടന്നു. അപ്പോഴേക്കും കണ്ണ് തുറന്നു. അയ്യേ, ഫോണിലെ ഒരു വീഡിയോ എടുക്കാൻ മറന്നു. എന്ത് രസമുള്ള കാഴ്ചയായിരുന്നു അറിയാവോ എന്നിങ്ങനെ നമ്മുടെ വേദ ചോദിക്കുക. വിക്രം എഴുന്നേറ്റിട്ട് എടി എന്നും പറഞ്ഞിങ്ങനെ ഉപ്പൊക്കെ തൂത്ത് കളഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും വിക്രത്തിൻ്റെ ദേഷ്യം വന്ന് അവിടെ ഇരുന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത്, നമ്മുടെ ജഗ്ഗിലിരുന്ന വെള്ളം എടുത്ത് വേദയുടെ ദേഹത്തേക്ക് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വേദ ഇങ്ങനെ വല്ലാണ്ടായി. അപ്പം അയ്യടാന്നായി പോയി വിക്രത്തിന്. വിക്രം ഇങ്ങനെ ആകെ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വേദയ്ക്ക് കയ്യിൽ നിന്ന് പോയി. വേദയാണെങ്കിൽ ഭ്രാന്തിളകിയ മുറിക്കകത്തോടെ മൊത്തം പരതും എന്നാ വേണ്ടതെന്ന്. ആ അവസാനം ചൂലെടുത്ത് നമ്മുടെ വിക്രത്തെ തല്ലാൻ ചെന്നു വേദ. വേണ്ട, എന്നെ ചൂലുകൊണ്ട് അടിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കേട്ട് അടിച്ചു വാരാനാണ് മുറി അടിച്ചു തൂക്കാൻ വേണ്ടി വന്നതാ ഞാൻ. കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു തമാശ കാണിക്കാൻ തോന്നി. അതുപോലും മനസ്സിലാകാത്ത വങ്കൻ. എന്ത് വങ്കനോ? അതെ, പടുവങ്കൻ. എൻ്റെ പൊന്നോ, ഭാഗ്യം ഒരു വെള്ളം വെച്ച ജഗൻ. അല്ല കത്തിയോ മറ്റോ ആയിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയനേലേ ഒന്ന് നമ്മുടെ വേദ. വെറുതെ അല്ല എല്ലാവരും ഒറ്റ ബുദ്ധിയൊന്ന് വിളിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും വിക്രം നോക്കിയിരിക്കാം. ഇനിയെങ്കിലും ചടഞ്ഞ് നിൽക്കാതെ പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞു വേദയെ. അപ്പോൾ എവിടേക്ക് പോകാൻ? ചിദംബരനാഥ ക്ഷേത്രത്തിലേക്ക്. എൻ്റെ പാഠ്യ കൊണ്ടുപോകുമെന്നും പറഞ്ഞു വിക്രം ഒച്ച വയ്ക്കുമ്പോൾ ഇനി അതിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണോ? ഒന്ന് പോയിട്ട് വാ വിക്രം. ഇപ്പം ഞാൻ വെള്ളം എടുത്ത് ഒഴിച്ചെന്നേ ഉള്ളൂ. ഇനി നിന്റെ തലയടിച്ച് ഞാൻ പൊട്ടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലെങ്കിലും നിങ്ങൾക്ക് നല്ല കാര്യമൊന്നും കാണാൻ യോഗമില്ലെന്ന് പറഞ്ഞു നമ്മുടെ വേദ. എന്തോന്ന്? നിങ്ങൾക്കും കൂടി സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോടും കൂടി വരാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്കതിന് യോഗമില്ലാണ്ടായി ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ, നിൻ്റെ കൂടെ വന്നിട്ടുള്ള നല്ലത് കാണാനുള്ള യോഗമൊന്നും എനിക്ക് വേണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് പോകുമ്പോൾ വേദയാണെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക. ഈ ഒരു സമയത്ത് സുധാകരൻ മാഷ് അടുക്കളയിലേക്ക് വരും. അപ്പോൾ കമലമ്മ അവിടെ നിൽപ്പുണ്ട്. കമല എന്നും പറഞ്ഞ് വന്നപ്പോൾ മാഷ് പറമ്പിലേക്ക് പോവാണോ എന്ന് ചോദിച്ചു. വെയിൽ മൂക്കുന്നതിന് മുന്നേ തിരിച്ച് കയറണ്ടേ? ഞാനിപ്പോൾ ചായ എടുക്കാമെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ചായയുടെ ആവശ്യമില്ല, നീ കുറച്ച് കഴിഞ്ഞ് ചാണകപ്പൊടി ആയിട്ട് അങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 5 മിനിറ്റ് നിൽക്കും, വെള്ളം തിളച്ച് ഞാനിപ്പോൾ ചായ എടുക്കാം, ഇനി വരുമ്പോൾ നേരെ എത്രയാവുമെന്നാണ് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ മാഷിനെ പിടിച്ച് അവിടെ ഇരുത്തുക. അപ്പോഴേക്കും നമ്മുടെ കൊച്ച് പോകാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് പോവുക. അത് കഴിഞ്ഞ് പിന്നെ വേദ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ വേദ ചെറിയമ്മ ഞാൻ വീട്ടിലോട്ട് പോവാ കേട്ടോ എന്ന് പറഞ്ഞപ്പം ആണോ ഇത്ര പെട്ടെന്ന് പോവുകയാണോ? അപ്പം ഞാൻ വിശ്വേട്ടനും കൂടെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചാന്ന് ശ്രീജ പറയുമ്പം എന്നാലേ മോൾ ഇവിടെ നിൽക്കുക, ചിപ്പ് വരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാഷ് അകത്തേക്ക് കയറിപ്പോയി.
മാഷ് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചമ്മ മുറിയിൽ നിന്ന് വന്നു. മോളെ എന്നും പറഞ്ഞ് വിളിച്ച്. അങ്ങനെ അച്ചമ്മയും കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുത്തു. എന്നിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് കൈനിറയെ സമ്മാനങ്ങളും കൊടുത്തു. ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് മോൾക്കുള്ള ഉടുപ്പാണെന്ന് പറഞ്ഞു. ഉടുപ്പോ? എനിക്കെന്തിനാ ഉടുപ്പ്? ഞാൻ യൂണിഫോം അല്ല ഇടുന്നതെന്ന് കുഞ്ഞ് ചോദിക്കാം. എന്നാലും കളറിട്ട് പോകുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അന്നിട്ട് പോവാട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാഷിനുള്ള ചായ കൊണ്ടുവന്നു കമല. അതവിടെ വെച്ചേക്കാൻ പറഞ്ഞ് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കുറച്ച് പൈസ വെച്ച് കൊടുക്കുക. അപ്പോൾ അച്ഛാ, മോൾക്ക് യൂണിഫോമിനും പുസ്തകത്തിനുമുള്ള കാശ് ഞാൻ കരുതിയിട്ടുണ്ട് എന്ന് നമ്മുടെ വിശ്വം പറഞ്ഞു. ഓ, ഇങ്ങേരിപ്പോൾ ഭാഗ്യം വിറ്റ് കാശുകാരനായല്ലേ എന്ന് ചോദിക്കും കേട്ടോ അച്ഛൻ. അയ്യോ അച്ഛാ, അങ്ങനെയല്ല. അച്ഛൻ്റെ കയ്യിൽ നിൻ്റെ മോളുടെ സ്കൂള് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ തുറക്കുന്നത്. ഇത്രയും കാലം എനിക്ക് ചെയ്യാമെങ്കിലേ ഇക്കൊല്ലവും അതെനിക്ക് പറ്റുമെന്ന് നമ്മുടെ മാഷ് അന്നേരം പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ വിഷമിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ മാഷ് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് പൈസ കൊടുത്തിട്ട്, ശ്രീജേ ദേ ഇവൻ കരുതി വെച്ച കാശുണ്ടെങ്കിലേ അത് വാങ്ങി മോൾക്ക് വേണ്ടുന്നത് എന്തെങ്കിലും ചെയ്തേക്കണം. അറിയാലോ, മനസ്സ് മാറാനേ അതൊക്കെ നേരമൊന്നും വേണ്ടാത്തത് കൊണ്ടാണെന്ന് നമ്മുടെ മാഷ് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ വിശ്വനിട്ടൊരു ഭാര്യം വേണ്ടു. അപ്പോൾ നിൽക്കുന്ന നിപ്പിൽ മനസ്സ് മാറാൻ അധികം നേരമൊന്നും വേണ്ട, എനിക്കിവനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല, വിശ്വാസം ഇല്ല എന്ന് മാഷ് അങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവരെ യാത്രയാക്കുക. അപ്പോൾ എന്തായാലും അച്ഛൻ പറഞ്ഞൊന്നും മോൻ കാര്യമാക്കണ്ട, ഇങ്ങനെയെങ്കിലും ഒരു മനസ്സ് തോന്നി നീ ജോലിക്ക് ഇറങ്ങി പുറപ്പെട്ടത് നന്നായെന്നേ അമ്മ പറയുള്ളൂ എന്ന് കമല വന്നു വിശ്വനെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. ആ ഒരു തോന്നലിൽ നിന്ന് നിന്റെ മനസ്സ് മാറില്ല എന്ന് മാത്രമെന്ന് പറയുമ്പോൾ, ഇല്ലമ്മേ മഴയൊക്കെ ഒന്ന് കനത്താ എന്ത് ചെയ്യുമെന്നുള്ളൊരു ടെൻഷനാണെന്ന് പറഞ്ഞു വിശ്വൻ. അങ്ങനെയാണെങ്കിൽ കവലയിലൊരു ലോട്ടറി കട തുടങ്ങണം. ഇപ്പം എത്ര ആൾക്കാരാണ് ലോട്ടറി കട തുടങ്ങുന്നതെന്ന് വേദ ചോദിച്ചു. ആ അതെ, അതാകുമ്പോഴേ സ്വന്തം സ്ഥാപനം നടത്തുന്ന ഒരു അന്തസ്സും ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. രാവിലെ പോയി തുറക്കാം, രാത്രി അടയ്ക്കാം, എന്താ കുഴപ്പമൊന്നും വിശ്വനോട് അമ്മ ചോദിക്കാം. അടുത്ത കൊല്ലമെങ്കിലും അപ്പമോളെ ഇവിടുത്തെ സ്കൂളിൽ ചേർക്കണം വിശ്വം, അതാ ചെയ്യേണ്ടത്. അവളുടെ അടുത്ത് നിങ്ങൾ ഉണ്ടാവേണ്ട പ്രായമാണതെന്നൊക്കെ പറഞ്ഞു. ഇനിയും അവൾ അവിടെ പോയി നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേർക്കാമേ, അടുത്ത കൊല്ലം ഇവളെ നമുക്കിവിടെ ചേർക്കാമെന്ന് വിശ്വം പറഞ്ഞു. അപ്പം ശരിക്കും ചേർക്കുമോ എന്ന് കുഞ്ഞ് ചോദിച്ചു. അപ്പം ശരിക്കും ചേർക്കാമെന്ന് അവർ കൊച്ചിനോട് പറഞ്ഞു. ഇന്ന് സമയം വൈകണ്ട, നിങ്ങൾ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ പോകാനായിട്ട് ഇറങ്ങുന്ന ഈ സമയത്താണ് നമ്മുടെ വിക്രം കുളി കഴിഞ്ഞിട്ട് വരുന്നത്. അങ്ങനെ ചെറിയച്ഛനോടും യാത്ര പറയാ കൊച്ച്. ഇതെവിടെ പോവാന്ന് ചോദിച്ചു. അപ്പോൾ അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവുക, ക്ലാസ് തുടങ്ങുകയല്ലേ എന്ന് ചോദിച്ചു ശ്രീജ. ഓ ഞാനത് മറന്നു മോളെ, നന്നായിട്ട് പഠിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ കുഞ്ഞിന് യാത്രയാകുക. അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് കുഞ്ഞങ്ങനെ ഓരോരുത്തർക്ക് ഉമ്മ കൊടുത്ത് അങ്ങനെ ഇവിടുന്ന് പോകുന്നു. കൊച്ചു പോയപ്പോൾ എല്ലാവർക്കും ഒരു വിഷമം. അങ്ങനെ എല്ലാവരും കൊച്ചിന് യാത്രയാക്കി ടാറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വേദ റൂമിൽ വിക്രത്തിന് പോകാനുള്ള ഷർട്ടൊക്കെ തേച്ചും എല്ലാം റെഡിയാക്കി വെക്കുക. അപ്പോഴിത് കണ്ടുകൊണ്ട് നമ്മുടെ വിക്രം കയറി വന്നു. എൻ്റെ ഷർട്ട് എടുത്ത് അയൺ ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞോന്ന് ചോദിച്ചു. അപ്പോൾ ഇത്തിരി വൃത്തിയിലും വെടിപ്പിലും ഇതൊന്നും ഇരുന്നോട്ടെ എന്ന് കരുതി. എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വേദ ദേഷ്യപ്പെടുക. ഇതാ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു എടുത്ത് കാണിച്ചിട്ട്. ഓ അസലായിട്ടുണ്ട്, അയ്യപ്പേട്ടൻ്റെ കടയിൽ നിന്ന് തേച്ച് കിട്ടുന്നത് പോലെ നീറ്റായിട്ടുണ്ടെന്നും താങ്ക് യു എന്നും വിക്രം പറയാം. അത് കഴിഞ്ഞിട്ട് വിക്രം പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് വേദയ്ക്ക് കൊടുക്കുക. ഇത് ടിപ്പാണെന്നും പറഞ്ഞു. എനിക്ക് ആരുടെയും ഔദാര്യം ഒന്നും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് നിൻ്റെ, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പം ശരി ഓക്കെ, പക്ഷേ അതിനു മുൻപ് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് പറയാമെന്ന് ചോദിച്ചു. എന്തിന്? എന്നെ താലി കെട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് ടിപ്സ് ഒന്നും തന്നില്ലല്ലോ, ആ ഒരു 1000 ബഡ്സ് അരിച്ച് തരട്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞെട്ടി. വേണമെങ്കിൽ കുറച്ച് ഇത്തിരി അധികം തരാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വേദ ഇമാതിരി പണിക്കാം, നിങ്ങൾ ഈടാക്കുന്ന കൂലി എത്രയാണെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പം, എടി മുഖം അടച്ചൊന്ന് തന്നാലുണ്ടല്ലോ ഞാനെന്താടി കൂലിക്ക് താലി കിട്ടാൻ നടക്കുന്നവനാണെന്ന് ചോദിച്ചു വിക്രം. ഓ അത് ശരി, അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ നൊന്തോ? നിങ്ങൾ ആദ്യം താലി കെട്ടി എന്നെ കുഴപ്പത്തിലാക്കി, പിന്നെ നിങ്ങളുടെ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് വീണ്ടും താലി കെട്ടി, എന്നിട്ടോ അച്ചമ്മയുടെ കൂടെ കൊണ്ടുപോയി തറവാട്ട് അമ്പലത്തിൽ വെച്ചും നാലയിട്ടു. പിന്നെതാ 2 ദിവസം മുൻപ് ഇവിടെ വെച്ച് വീണ്ടും മാലയിടൽ, ചാർത്തല്, ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ലോകത്തിൽ ഓരോ പെണ്ണിനോടും ചെയ്യാത്ത മട്ടില് 4-5 തവണ കെട്ടിയിട്ടും നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും വേലക്കാരിയാണോടോ എന്ന് വേദ ചോദിക്കുമ്പം എന്ന് പറഞ്ഞൊക്കെ വിക്രം. അപ്പോൾ വേറെ ആരെങ്കിലും കേട്ടാലുണ്ടല്ലോ നിങ്ങളുടെ കാരണമായിരിക്കും അടിച്ച് പൊട്ടിക്കാൻ പോണതെന്നും പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ വിക്രത്തെ അടിയിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. ഒന്നിന് പകരം 4 തവണ എന്നെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല അല്ലേ എന്നും വേദ വിക്രത്തിനോട് ചോദിക്കുമ്പോൾ വിക്രം അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അല്ല നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നേ? 4 കാശ് ചില്ലറ കാണിച്ച് എൻ്റെ വായടയ്ക്കാവുന്നതാണോ? നാണമുണ്ടോ നിങ്ങൾക്ക്? അപ്പം നാണം നിനക്കടിയില്ലാത്തതെന്ന് വിക്രം അന്നേരം വേദയോട്. നിനക്ക് കാശുണ്ടാവും, അതിൻ്റെ അഹന്തയും നിനക്ക് കാണും,
പക്ഷേ അത് കാണിക്കേണ്ടതേ ഇവിടെ അല്ല. നിങ്ങളുടെ ഭാര്യയായി ഇരിക്കുന്നിടത്തോളം ഞാൻ അതിവിടെ തന്നെ കൊണ്ടുവന്ന് കാണിക്കും. എന്താ നിങ്ങൾക്ക് വലിയ ഇതുണ്ടോ? തടയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തടഞ്ഞോളാൻ പറഞ്ഞുകൊണ്ട് വേദം ഇങ്ങനെ വിക്രത്തെ വെല്ലുവിളിക്കാം. ഇനി മുതൽ ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരും പഴയതുപോലെയല്ല. നമ്മൾ രണ്ടുപേരുടെയും വീട്ടുകാർ ഈ ഒരു ബന്ധം അത് ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നും ഇനി എനിക്ക് ഒരിത്തിരി സ്വാതന്ത്ര്യത്തോടെ പെരുമാറണം. അത് ഞാൻ ചെയ്യും. അതുകൊണ്ട് കമ്പനിയുടെ കളികൾ മോൻ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളു വിക്രു എന്നും പറഞ്ഞുകൊണ്ട് വേദം ഇങ്ങനെ നമ്മുടെ വിക്രത്തിനെ പൊളിച്ചെടുക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾ എന്നെ തല്ലാൻ നോക്കിയത് ഞാൻ അച്ഛമ്മയോടൊന്ന് പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് വിക്രം ഇങ്ങനെ എന്തുണ്ടാവും നമുക്കൊന്ന് കാണാമല്ലോ, പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ മുൾമുന്നിൽ നിർത്തി നമ്മുടെ വേദ. തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിച്ചു വിടുക. ഇനി എങ്ങാനും ആവർത്തിച്ചിട്ടുണ്ടല്ലോ നാട്ടിലെ ഗുണ്ടേ നിങ്ങളെ ശരിയാക്കും ഞാൻ. വേദ നാണം കിടാ നിൽക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വേദ നമ്മുടെ വിക്രത്തിനെ അവിടെ ഇട്ട് പൊളിച്ച് നാറ്റിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. അങ്ങനെ നല്ല രസകരമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.